ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെയും ജാമ്യ ഹർജികൾ ഇന്ന് കോടതി പരിഗണിക്കും. റിമാൻഡ് കാലാവധി 90 ദിവസം കഴിഞ്ഞത് ചൂണ്ടിക്കാട്ടിയാണ് പ്രതികൾ ഇരുവരും കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യ ഹർജി ഫയൽ ചെയ്തത്. ജാമ്യാപേക്ഷയുമായി തന്ത്രി കണ്ഠരര് രാജീവരും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെയും കുറ്റപത്രം സമർപ്പിക്കാത്തതാണ് പ്രതികളിൽ പലർക്കും ജാമ്യം ലഭിക്കാൻ കാരണമായത്. റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായതിനു പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സുധീഷ് കുമാറും ജാമ്യ ഹർജി നൽകിയത്. ദ്വാരപാലക ശില്പ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. എന്നാൽ കട്ടളപ്പാളി കേസിൽ റിമാൻഡ് തുടരുന്നതിനാൽ പുറത്തിറങ്ങാനായിരുന്നില്ല. കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ ജാമ്യ ഹർജികളിൽ കോടതി ഇന്ന് വാദം കേൾക്കും. അനുകൂല വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതിഭാഗത്തിന്റെ പ്രതീക്ഷ. തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യ ഹർജിയും വിജിലൻസ് കോടതി ഇന്ന് പരിഗണിച്ചേക്കും. കട്ടിളപ്പാളി കേസിലാണ് തന്ത്രി ജാമ്യ ഹർജി നൽകിയത്. സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്നും ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നതെന്നുമാണ് തന്ത്രിയുടെ വാദം. പ്രതികളായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായ മുരാരി ബാബുവും എസ് ശ്രീകുമാറും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിരുന്നു. കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാതെ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതിൽ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. മീഡിയ 1 കൊല്ലം.